പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂരിൽ നിന്ന് ശ്യാം സുന്ദർ. ഇത് നമ്മുടെ കരുളായി, നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മുടെ കരുളായിലുള്ള ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലമാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാനെന്ന വ്യക്തി നെടുമുണ്ടക്കുന്ന്, നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു ലക്ഷം വീട് കോളനിയിലാണ് ജനിച്ചത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസവും എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾ മക്കളെ കൊണ്ടുവരും. ഇവിടെ വന്ന് വഴിപാട് ചെയ്യും. അതുപോലെ തന്നെ പുഴയിലെ മത്സ്യങ്ങൾക്ക് അരി കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക. അമ്പലപ്പറമ്പിൽ അയനിപ്പഴമുണ്ട്. അയനിപ്പഴം പെറുക്കി കഴിക്കുക. അതുപോലെ തന്നെ കരുളായി അമ്പലപ്പടിയിൽ തന്നെ ചെറിയൊരു ചായക്കട ഉണ്ട്, ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു 2 ദോശ മേടിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല നല്ല അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കൂടെയുള്ള നല്ല ഓർമ്മകൾ. ദാരിദ്ര്യം കൊടികുത്തി വരുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ ഈ ഒരു ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ദാരിദ്ര്യം അശേഷം എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലായ്മ ചെയ്തതും ഈ ക്ഷേത്രത്തിൻ്റെ നടക്കിൽ വന്ന് അമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. ഇതാണ് കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒഴുകുന്ന ആ കൊച്ചു പുഴ. ഇവിടെയാണ് എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും വന്ന് മത്സ്യങ്ങൾക്ക് അരി കൊടുക്കുന്നത്. ഇവിടുത്തെ അമ്പലത്തിലെ ശാന്തിക്കാരും ക്ഷേത്രം ഭാരവാഹികളൊക്കെ അന്ന് ഞങ്ങൾക്ക് പായസം പ്രസാദമായിട്ടും അവിൽ നേദിയായിട്ടും ത്രിമധുരമായിട്ടും അങ്ങനെ നേദിച്ചോറൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടാണ് ഞങ്ങളെ യാത്ര അയക്കാറെന്ന്. പത്ത് 30 വർഷം മുമ്പത്തെ മധുരിക്കുന്ന ഓർമ്മകളാണിതെല്ലാം. നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടാവുന്ന കാലത്താണ് നമ്മുടെ സ്വർഗം. അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളെല്ലാവരും അനാഥരാണ്. ശരിക്കും മാതാപിതാക്കളില്ലാത്ത സമയത്ത് നമ്മൾ തികച്ചും അനാഥരായി തന്നെയാണ് നമ്മളുടെ ജീവിതം. ആരൊക്കെ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായിട്ടും സ്വന്തം മാതാപിതാക്കളാണ് നമ്മുടെ കൺകണ്ട ദൈവം. ഭക്തിയുടെ ആദ്യ പാഠം അല്ലെങ്കിൽ ബാലപാഠം ശരിക്ക് പകർന്നു നൽകിയതും അല്ലെങ്കിൽ കിട്ടിയതും ഈ ഒരു ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്ന് തന്നെയാണ്. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓത്തു പഠിച്ചതും അമ്പലത്തിലെ ശാന്തിക്കാരായി മാറിയതൊക്കെ തുടക്കം ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ തന്നെയാണ്. പണ്ട് ഇല്ലത്തു നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു, അതുപോലെ തന്നെ അമ്മയെയും. അങ്ങനെ ഈ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചില ഭാരവാഹികളുടെ സഹായത്താലാണ് ഞങ്ങൾക്കന്ന് ഇവിടെ അഭയം കിട്ടിയത്. അങ്ങനെ ഈ ഒരു കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരുപാട് കഥകൾ ഞങ്ങളുടെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുക. അന്നദാനവും മറ്റും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെയായിരിക്കും. ദേവീ സ്തോത്രങ്ങളും അതുപോലെ തന്നെ
ലളിതാ സഹസ്രനാമമെല്ലാം പഠിച്ചത് ഈ ക്ഷേത്രനടയിൽ നിന്നാണ്. വളരെ പ്രകൃതി രമണീയമായ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. പ്രത്യേകിച്ച് മലബാർ അത്രയും പ്രചുര പ്രചാരമുള്ള ക്ഷേത്രമാണ്. ചൈതന്യമുള്ള ദേവിയാണ്, ഭഗവതിയാണ്. എല്ലാവർക്കും ഈ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ പാദനമസ്കാരം. നമസ്തേ.